ഡാഡിയുടെ യാത്രയിൽ ലാലേട്ടനും കൂടെ പടം ചെയ്തിട്ടില്ല. ഇല്ല. അത് ലാലേട്ടനും വലിയ താല്പര്യമായിരുന്നു. അതെ, അതെ, പല ഘട്ടങ്ങളിൽ സംസാരിച്ചെന്ന് ഞാൻ പല ഇന്റർവ്യൂവിലും കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു പടം ചെയ്യാൻ ലാലേട്ടനും ഉണ്ടായില്ല, ജോർജ് സാറിനും ഉണ്ടായില്ല. അത് എന്തെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ട് പിന്നീട്? ഇല്ല. പക്ഷേ ഡാഡി എപ്പോഴും പറയുന്നു മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ഗംഭീര നടനാണ് എന്ന് എപ്പോഴും ഡാഡി പറയായിരുന്നു. പിന്നെ ആക്ച്വലി നമ്മളിപ്പം ഡയറക്റ്റ് സിനിമകൾ എടുത്ത് നോക്കുവാണെങ്കിൽ ആ ക്യാരക്ടറൊന്നും ഞങ്ങൾക്ക് തോന്നുന്നില്ല മോഹൻലാൽ ആപ്റ്റ് ആയിരുന്നു എന്ന്. കാരണം ഇതുവരെയുള്ള എല്ലാ മൂവീസിലും മമ്മൂട്ടി തന്നെയായിരുന്നു കറക്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. പക്ഷേ മോഹൻലാലിന് വേണ്ടി അവസാനം, മോഹൻലാലിന് വേണ്ടിയല്ല, ഡാഡി അവസാനം ഇത് കാമമോഹിതം എന്ന് പറഞ്ഞ CV ബാലകൃഷ്ണൻ സാറിന്റെ ഒരു സ്റ്റോറി എടുത്തിട്ട് ഡാഡി സ്ക്രിപ്റ്റ് എഴുതി വലിയ, അത് കഴിഞ്ഞ് ഏറ്റവും വലിയ ഡയറക്ടർ പ്രോജക്റ്റ് ആയിരുന്നു കാമമോഹിതം. അതിന്റെ കംപ്ലീറ്റ് സ്ക്രിപ്റ്റും നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ അതിനകത്ത് ഒരു രാജാവും 3000 years ago എറയുടെ ഒരു സ്റ്റോറിയാണ്. അപ്പൊ അതിനകത്ത് ഡാഡി പറഞ്ഞു ഇത് മോഹൻലാൽ ചെയ്താലേ ശരിയാവുള്ളൂ. കാരണം അങ്ങനത്തെ ഒരു ചാമിങ് അല്ലെങ്കിൽ ഒരു സെൻഷ്വൽ എന്താണ് കോൺസെപ്റ്റ് ആയിരുന്നു. അപ്പൊ അങ്ങനത്തെ ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഒരു പക്ഷെ മോഹൻലാൽ അല്ലെങ്കിൽ അഭിനയിക്കാനുള്ള ഒരു കഴിവും ഫൈറ്റിംഗ് അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതായിരുന്നു. അപ്പൊ അതിന് ഡാഡി പറഞ്ഞത് അത് മോഹൻലാലാണ് അതിന് കറക്റ്റ് എന്ന് പറയാം. ഇപ്പോഴും ഉണ്ട് തീർച്ചയായിട്ടും. ഡാഡി 2-3 സ്ക്രിപ്റ്റ് ഇതുപോലെ വീഡിയോ നരേഷൻ ചെയ്തപ്പോൾ കിട്ടി. അപ്പൊ അതൊക്കെ വെച്ചിട്ടുണ്ട്, എടുത്ത് വെച്ചിട്ടുണ്ട്. അതെ അതെ അതെ, അതെ അതെ അതെ.